ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. മനുഷ്യജീവിതത്തിലെ ഏറ്റവും ഉയർന്നതും ആത്യന്തികവുമായ ലക്ഷ്യങ്ങളിലൊന്നാണ് ആത്മസംതൃപ്തി. ബാഹ്യലോകത്തിലെ നേട്ടങ്ങളോ ഭൗതിക സമ്പത്തോ പദവികളോ നൽകുന്ന താൽക്കാലിക സന്തോഷങ്ങൾക്കപ്പുറം ആത്മാവിൻ്റെ തലത്തിൽ അനുഭവപ്പെടുന്ന ശാശ്വതമായ പ്രശാന്തതയാണ് യഥാർത്ഥ ആത്മസംതൃപ്തി. ഭാരതീയ ആത്മീയധാരയിൽ, പ്രത്യേകിച്ച് ഭാഗവത ധർമ്മത്തിലും ശ്രീ രമാദേവി അമ്മയുടെ ഉപദേശങ്ങളിലും ആത്മസംതൃപ്തി എന്നത് കേവലം മനസ്സിൻ്റെ ഒരവസ്ഥ മാത്രമല്ല, മറിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയും അതിൻ്റെ ഫലവുമാണ്. ബാഹ്യലോകത്തിലെ അനിത്യമായ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നതിന് പകരം ഉള്ളിലേക്ക് തിരിഞ്ഞ് സ്വന്തം യഥാർത്ഥ രൂപമായ ആത്മാവിനെ അറിയുമ്പോഴാണ് മനുഷ്യന് പരിപൂർണ സംതൃപ്തി കൈവരുന്നത്. ആധുനിക മനുഷ്യൻ ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും അനുഭവിച്ചറിയുന്ന വലിയൊരു ശൂന്യതയുണ്ട്. ഈ ശൂന്യതയെ ഇല്ലാതാക്കാനും ജീവിതത്തിന് യഥാർത്ഥ അർത്ഥവും സമാധാനവും നൽകാനും ആത്മീയമായ ഉൾക്കാഴ്ചകൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് ശ്രീ രമാദേവി അമ്മയും ഭാഗവതവും ഒരുപോലെ വ്യക്തമാക്കുന്നു. ശ്രീ രമാദേവി അമ്മയുടെ ദർശനത്തിൽ ആത്മസംതൃപ്തി എന്നത് നിഷ്കാമമായ സ്നേഹത്തിൻ്റെയും അർപ്പണ ബോധത്തിൻ്റെയും ജീവിക്കുന്ന ഉദാഹരണമാണ്. അമ്മയുടെ ഉപദേശപ്രകാരം മനസ്സിനെ അഹങ്കാരത്തിൽ നിന്നും കാമക്രോധാദി ഷഡ്വൈരികളിൽ നിന്നും മുക്തമാക്കുമ്പോഴാണ് ആത്മസംതൃപ്തിയുടെ ഉറവ പൊട്ടിയൊഴുകുന്നത്. ഭൗതിക വസ്തുക്കളോടുള്ള അമിതമായ ആസക്തിയാണ് മനുഷ്യൻ്റെ സമാധാനം കെടുത്തുന്നത്. ഞാൻ, എൻ്റേത് എന്ന അഹങ്കാര ചിന്ത മാറി എല്ലാം ഈശ്വരീയമാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ മനസ്സിൽ ശാന്തി നിറയുന്നു. അമ്മ എപ്പോഴും ഊന്നി പറഞ്ഞിരുന്നത് ഗാർഹസ്ഥ്യ ജീവിതത്തിനിടയിലും ആത്മീയ സാധന പരിശീലിക്കണം എന്നാണ്. ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിലെ മാറ്റങ്ങളിൽ തളർന്നു പോകാതെ ഉള്ളിലെ ഈശ്വരീയ ചൈതന്യത്തിൽ ഉറച്ചു നിൽക്കാൻ മനുഷ്യന് സാധിക്കണം. കർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ ചെയ്യുകയും അതിൻ്റെ ഫലം ഈശ്വരനിൽ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധമാകുന്നു. ശുദ്ധമായ മനസ്സിൽ മാത്രമേ യഥാർത്ഥ ആത്മസംതൃപ്തി അനുഭവപ്പെടുകയുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും തയ്യാറാകുന്ന ഒരു മനസ്സിൽ ഈശ്വരൻ വസിക്കുന്നുവെന്നും ആ സാന്നിധ്യമാണ് പരമമായ സമാധാനം നൽകുന്നതെന്നും അമ്മ പഠിപ്പിച്ചു. ശ്രീമദ് ഭാഗവത മഹാപുരാണം ഭക്തിപ്രധാനമായ ഒരു ഗ്രന്ഥമാണെങ്കിലും അതിൽ ആത്മസംതൃപ്തിയെക്കുറിച്ചും ജീവാത്മാവിൻ്റെ പരമാർത്ഥ സത്യത്തെക്കുറിച്ചും ആഴത്തിലുള്ള തത്വചിന്തകൾ അടങ്ങിയിരിക്കുന്നു. ഭാഗവതത്തിൽ ഭക്തി എന്നത് കേവലം ചടങ്ങുകളല്ല, മറിച്ച് മനസ്സിൻ്റെ പൂർണ്ണമായ ഈശ്വരാർപ്പണമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലകളിലൂടെയും ഭക്തന്മാരുടെ ജീവിതത്തിലൂടെയും ഭാഗവതം കാട്ടിത്തരുന്നത് ബാഹ്യലോകത്തിലെ അസ്ഥിരതയെയും ആന്തരികമായ ഭക്തിയുടെ സ്ഥിരതയെയുമാണ്. പ്രഹ്ലാദൻ, ധ്രുവൻ, അംബരീഷൻ തുടങ്ങിയ ഭാഗവത കഥാപാത്രങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ അവർക്ക് ഭൗതികമായ പ്രതിസന്ധികളിലും അളവറ്റ ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു എന്ന് കാണാം. ഈ സംതൃപ്തിക്ക് കാരണം ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയും ആത്മജ്ഞാനവുമാണ്. ശരീരവും മനസ്സും അനിത്യമാണെന്നും ഉള്ളിലെ ആത്മാവ് നിത്യവും ആനന്ദസ്വരൂപവുമാണെന്നുള്ള അറിവ് ഭാഗവതം നൽകുന്നു. ഈ അറിവിലൂടെ ഉണ്ടാകുന്ന വൈരാഗ്യമാണ് മനസ്സിന് പൂർണ്ണമായ ശാന്തിയും ആത്മസംതൃപ്തിയും നൽകുന്നത്. ശ്രീ രമാദേവി അമ്മയുടെ ഉപദേശങ്ങളും ഭാഗവത തത്വങ്ങളും തമ്മിൽ അതിശയിപ്പിക്കുന്ന ഒരു സാദൃശ്യമുണ്ട്. രണ്ടും മാനവരാശിയോട് ആവശ്യപ്പെടുന്നത്
ബാഹ്യമായ ലോകത്തിൽ ആനന്ദം തിരയുന്നത് നിർത്തി ആന്തരികമായ ഈശ്വര ചൈതന്യത്തിലേക്ക് തിരിയാനാണ്. അമ്മയുടെ വീക്ഷണത്തിൽ ഭക്തി എന്നാൽ ദൈവത്തോടുള്ള ലളിതവും സദൃശവുമായ സ്നേഹമാണ്. അമ്മ തൻ്റെ ഭക്തരോട് എപ്പോഴും പറയാറുള്ളത് ഈശ്വരൻ പുറത്തെവിടെയോ ഉള്ള ആളല്ല, മറിച്ച് ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന അന്തര്യാമിയാണ് എന്നാണ്. സ്വന്തം ഉള്ളിലെ ഈശ്വരനെ തിരിച്ചറിയുന്ന നിമിഷം മനുഷ്യൻ ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും മുക്തനാകുന്നു. യാതൊരു സ്വാർത്ഥ താൽപ്പര്യങ്ങളുമില്ലാതെ, തടസ്സങ്ങളില്ലാതെ ഭഗവാനിൽ അർപ്പിക്കുന്ന ഭക്തി കൊണ്ട് മാത്രമേ ആത്മാവിന് പരിപൂർണ പ്രസാദവും സംതൃപ്തിയും ലഭിക്കുകയുള്ളൂ എന്ന് ഭാഗവതം വ്യക്തമാക്കുന്നു. ആത്മസംതൃപ്തി കൈവരിക്കുന്നതിൽ മനസ്സിൻ്റെ പങ്കിനെക്കുറിച്ച് അമ്മയും ഭാഗവതവും വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അനിയന്ത്രിതമായ മനസ്സാണ് മനുഷ്യൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നീ വികാരങ്ങൾ മനസ്സിനെ അശാന്തമാക്കുന്നു. ഈ വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന മനുഷ്യന് ഒരിക്കലും ആത്മസംതൃപ്തി അനുഭവിക്കാൻ കഴിയില്ല. അമ്മ എപ്പോഴും ഉപദേശിച്ചിരുന്നത് ജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും മനസ്സിനെ നിയന്ത്രിക്കാനാണ്. നാമജപം മനസ്സിന് ഏകാഗ്രത നൽകുകയും അതിലെ മാലിന്യങ്ങളെ കഴുകിക്കളയുകയും ചെയ്യുന്നു. ശുദ്ധമായ മനസ്സിൽ അഹങ്കാരം ശമിക്കുകയും ആ സ്ഥാനത്ത് വിനയവും ശാന്തിയും നിറയുകയും ചെയ്യുന്നു. ഭാഗവതത്തിലും മനസ്സടക്കത്തിൻ്റെ പ്രാധാന്യം പലതവണ ആവർത്തിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ വിഷയാസക്തികളിൽ നിന്ന് പിന്തിരിപ്പിച്ച് മനസ്സിനെ ഭഗവത് രൂപത്തിൽ ഉറപ്പിക്കുന്ന സാധകന് മാത്രമേ ആത്മീയമായ ആനന്ദം അനുഭവിക്കാൻ സാധിക്കൂ. സ്വാർത്ഥതയില്ലാത്ത സേവനമാണ് ആത്മസംതൃപ്തിയിലേക്കുള്ള മറ്റൊരു പ്രധാന വഴി. അമ്മയുടെ ജീവിതം തന്നെ നിഷ്കാമ സേവനത്തിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം അഹങ്കാരം ഇല്ലാതാകുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദമാണ് ഈശ്വരീയമായ സംതൃപ്തി. ഭാഗവതത്തിലും ജീവകാരുണ്യത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. സർവജീവികളിലും ഭഗവാനെ ദർശിക്കുക എന്നതാണ് ഏറ്റവും ഉയർന്ന ഭക്തി. മറ്റുള്ള ജീവികളെ സ്വന്തം ആത്മാവിനെ പോലെ കാണുകയും അവരെ സേവിക്കുകയും ചെയ്യുമ്പോൾ അത് ഭഗവത് പൂജയായി മാറുന്നു. ഇത്തരത്തിലുള്ള വിശാലമായ കാഴ്ചപ്പാട് ഉള്ളൊരാൾക്ക് ലോകത്തിലെ സങ്കുചിതമായ ചിന്തകളിൽ നിന്ന് മുക്തി ലഭിക്കുകയും ആത്മസംതൃപ്തി കൈവരുകയും ചെയ്യുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെയും ദുഃഖങ്ങളെയും എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചും അമ്മയും ഭാഗവതവും കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അവ രണ്ടും അസ്ഥിരവുമാണ്. ഭൗതികമായ സുഖങ്ങളിൽ അഹങ്കരിക്കാനോ ദുഃഖങ്ങളിൽ തളർന്നു പോകാനോ പാടില്ല. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഈശ്വരൻ്റെ ഇച്ഛയാണെന്ന് കരുതി സ്വീകരിക്കാനുള്ള മനോഭാവം, അതായത് സമഭാവം വളർത്തിയെടുക്കണം. ശ്രീരമാദേവി അമ്മ ഭക്തരോട് എപ്പോഴും പറയാറുള്ളത് ഈശ്വരവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനാണ്. പൂർണ്ണമായ ശരണാഗതി കൈവരിക്കുന്ന ഭക്തന് ദുഃഖങ്ങളിൽ പോലും ശാന്തത പാലിക്കാൻ കഴിയും. ഭാഗവതത്തിൽ കുന്തിദേവി ഭഗവാൻ കൃഷ്ണനോട് ദുഃഖങ്ങൾ യാചിക്കുന്നത് ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ദുഃഖങ്ങളിൽ എപ്പോഴും ഭഗവാനെ ഓർക്കാൻ സാധിക്കുമെങ്കിൽ ആ ദുഃഖങ്ങൾ പോലും ആത്മീയ സംതൃപ്തിയുടെ വഴിയായി മാറുന്നു. ധർമ്മനിഷ്ഠമായ ജീവിതവും ആത്മസംതൃപ്തിക്ക് അത്യന്താപേക്ഷിതമാണ്. സ്വന്തം കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്യുകയും എന്നാൽ അതിൻ്റെ ഫലത്തിൽ ആസക്തനാകാതിരിക്കുകയും ചെയ്യുന്നതാണ് ധർമ്മം. അമ്മ ഓരോരുത്തരോടും അവരവരുടെ കുടുംബപരവും സാമൂഹികവുമായ ഉത്തരവാദിത്വങ്ങൾ ഈശ്വരീയമായ കർത്തവ്യമായി കരുതി ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഒരു വീട്ടമ്മ
തൻ്റെ കുടുംബത്തെ നോക്കുന്നത് ഈശ്വര സേവനമായി കാണുമ്പോൾ അവിടെ ആത്മീയമായ ഉന്നതി ഉണ്ടാകുന്നു. ഭാഗവതവും ധർമാധിഷ്ഠിതമായ ജീവിതത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ധർമ്മത്തിലൂടെ നേടുന്ന ധനവും സന്തോഷവും മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ. അധർമ്മത്തിലൂടെ നേടുന്ന ഭൗതിക സുഖങ്ങൾ താൽക്കാലിക ആനന്ദം നൽകുമെങ്കിലും ഭാവിയിൽ വലിയ അശാന്തിക്ക് കാരണമാകും. അതിനാൽ സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഉള്ളിൽ ആത്മസംതൃപ്തി അനുഭവിച്ചറിയാൻ സാധിക്കൂ. ആത്മജ്ഞാനമാണ് ആത്മസംതൃപ്തിയുടെ പരകോടി. താൻ കേവലം രക്തവും മാംസവും അടങ്ങിയ ഈ ശരീരമല്ല, മറിച്ച് അവിനാശിയായ ആത്മാവാണെന്ന തിരിച്ചറിവാണ് ആത്മജ്ഞാനം. ശ്രീ രമാദേവിയമ്മ തൻ്റെ സന്ദേശങ്ങളിലൂടെയും ആത്മോപദേശത്തിലൂടെയും ഭക്തരെ നയിച്ചത് ഈ ആത്മജ്ഞാനത്തിലേക്കാണ്. ബാഹ്യമായ ഉപാധികളിലല്ല, സ്വന്തം സ്വരൂപത്തിലാണ് ആനന്ദമിരിക്കുന്നത് എന്ന് അമ്മ ബോധ്യപ്പെടുത്തി. ഭാഗവതത്തിൻ്റെ സാരവും ഇതുതന്നെയാണ്. പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസം കൊണ്ട് ഭാഗവതം കേട്ട് ആത്മജ്ഞാനം നേടുകയും മരണഭയത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുകയും ചെയ്തു. താൻ ആത്മാവാണെന്ന അറിവ് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭൗതിക ലോകത്തോടുള്ള എല്ലാ ആസക്തിയും നഷ്ടപ്പെടുകയും പരമമായ ആത്മസംതൃപ്തി ലഭിക്കുകയും ചെയ്തു. ഈ അവസ്ഥയിൽ എത്തുന്ന ഒരാളെ ലോകത്തിലൊന്നും തന്നെ അസ്വസ്ഥനാക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ ശ്രീരമാദേവി അമ്മയുടെ ഉപദേശങ്ങളും ശ്രീമദ് ഭാഗവതത്തിലെ പവിത്രമായ തത്വങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ആത്മസംതൃപ്തി എന്നത് പുറമേ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒന്നാണ് എന്നാണ്. അഹങ്കാരം വെടിഞ്ഞ് മനസ്സിനെ ശുദ്ധീകരിച്ച് സർവ്വജീവികളിലും ഈശ്വരനെ ദർശിച്ച് നിഷ്കാമമായ ഭക്തിയിലൂടെയും സേവനത്തിലൂടെയും മാത്രമേ ഈ അവസ്ഥയിലെത്താൻ സാധിക്കൂ. ലോകത്തിലെ മാറ്റങ്ങൾക്ക് വിധേയമാകാതെ ഭഗവാനിൽ അർപ്പിച്ച ശാന്തമായ മനസ്സാണ് ആത്മസംതൃപ്തിയുടെ അടിത്തറ. അമ്മ കാട്ടിത്തന്ന സ്നേഹത്തിൻ്റെയും ശരണാഗതിയുടെയും പാതയിലൂടെ സഞ്ചരിക്കുകയും ഭാഗവതം നൽകുന്ന ജ്ഞാനവും ഭക്തിയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനും ആത്യന്തികമായ ആത്മസംതൃപ്തിയും നിത്യാനന്ദവും അനുഭവിക്കാൻ സാധിക്കുന്നു. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.